വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 5-5 7-8 തിരുവചനം. നിങ്ങൾ സമചിത്തതയോട് ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വചനം എല്ലാവരും നല്ല ഇൻട്രസ്റ്റിൽ പറയുന്നുണ്ട്. അതായത് വചനം ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പ്. അതിൽ പറയുന്ന കാര്യം അത്രയ്ക്കും ആ സ്പിരിറ്റിനുള്ളിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അല്പനേരം നമുക്കൊന്ന് അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കാം. ആ വചനത്തിൽ പറയുന്നത് 7-ാം തിരുവചനം, നിങ്ങൾ സമചിത്തതയോട് ഉണർന്നിരിക്കുവിൻ. സമചിത്തതയോടെ ഉണർന്നിരിക്കുവൻ. ഇന്ന് അച്ഛൻ കുർബാനയുടെ മധ്യേ പറഞ്ഞ വചനത്തിൻ്റെ ആ വ്യാഖ്യാനത്തിലും ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന്, അല്ലേ? നമ്മൾ കണ്ണും കാതൊക്കെ തുറന്ന് നടക്കണത് എങ്കിലും പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നില്ല. അതിലൂടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ, അതിലൂടെ ലോകത്ത് എന്താ നടന്നിരിക്കണേ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ ആരുടെ കൈപ്പിടിയിലാണ് ഒതുങ്ങിക്കൊണ്ടിരിക്കണേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്താണ് സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. അപ്പോൾ ഈ ലോകത്തിൽ നടക്കണ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണങ്ങളൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സമചിത്തത പാലിച്ച് ഉണർന്നിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ മുമ്പ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിന് ഭീതി, ഉത്കണ്ഠ, ഭയം, അങ്ങനെ മാനസിക സമ്മർദ്ദമൊക്കെ കൂടി ഹോസ്പിറ്റലിൽ പോകാൻ, മരുന്ന് കഴിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ മക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സമചിത്തതയോടെ ഉണർന്നിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി 8-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇനി കണ്ണും കാതും തുറന്നു ഉണർന്നിരിക്കാൻ നമ്മളോട് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ 8-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇനി വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് 12-ാം അധ്യായം, അതിൽ ആരുടെ അടുത്തേക്കാ കൂടുതൽ ദേഷ്യത്തിൽ വരിക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സർപ്പസ്ത്രീയുടെ നേരെ കോപിച്ച് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ആരുടെ അടുത്തേക്കാണ് വരുന്നതെന്നുള്ളത് ക്ലിയർ അല്ലേ? അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്നു എന്ന് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ ലാസ്റ്റ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്താണ്, ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് ഓടി വരുന്നത്. ദൈവകൽപ്പനകള് കാക്കുന്നവര്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവര്, അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് അത് പുറപ്പെട്ടു. ഇതിന് ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണമെന്ന വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സമചിത്തതയോടെ ഉണർന്നിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എല്ലാവരും ഉണർന്നിരിക്കണേ, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അലറുന്ന സിംഹത്തെ പോലെ ഉണർന്നിരിക്കുന്നവൻ നമ്മുടെ നേരെയാണ് ഉണർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നേരെയായി ഓടി വരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. സഹനം ഇല്ലേ? സഹനത്തിന് നല്ല വില ദൈവം വെച്ചിട്ടുണ്ട്, അല്ലേ? സഹനത്തിലൂടെ ഈ ഭൂമുഖത്തെ മുഴുവൻ രക്ഷിച്ചെടുത്തവനാണ് നമ്മുടെ നല്ല തമ്പുരാൻ. ആ തമ്പുരാൻ്റെ മുൻപിലിരുന്ന നമ്മൾ കിട്ടണ സമയം മുഴുവൻ പ്രാർത്ഥിക്കണത്. എന്നിട്ടും ഈ സഹനത്തെ വേണ്ട വിധത്തിലെടുക്കാതെ നമ്മൾ ഈ അലറുന്ന സിംഹത്തിൻ്റെ മുൻപിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു കെണിയാത്. ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ ദൈവഹിതപ്രകാരം തിരിച്ചറിഞ്ഞ് അതിൽ റോമ 8:28 തിരുവചനത്തിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ തിരിച്ചറിയാൻ പറ്റാതെ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റാതെ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന
തലമുറ, മാനസിക രോഗങ്ങൾ, എന്തൊക്കെ അവസ്ഥകളാണ് ലോകത്തിൽ വരണേ. തമ്പുരാൻ്റെ സമയം ആകുന്നതിന് മുൻപേ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ഓടി നടന്ന് ഇന്ന് ആത്മാക്കളെ കീഴടക്കിക്കൊണ്ടിരിക്കുക. ഇത് തിരിച്ചറിയാനുള്ളൊരു വിവേകം അതാ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത്. അത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ബോധ്യങ്ങൾ കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നല്ല വികൃതി കുട്ടന്മാരുണ്ട്. അവർ നന്നായി പഠിക്കും. പക്ഷേ നല്ല വികൃതിയുണ്ട്. നല്ല വികൃതി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചെറിയ പ്രായത്തിലുള്ള എല്ലാ തരവും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സിനെ അനുസരിക്കണില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എത്ര ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞാലും മോശമായ മേഖലയിൽ നല്ല അറിവ് അവർക്ക്. ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി ഞാൻ പാരൻസിനെ വിളിച്ച് സംസാരിക്കേണ്ടി വന്നു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കൾ ചെറുതാണെന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണടക്കരുത് എന്ന് പറയേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മക്കളെയാണ് കൊണ്ടുപോകുന്നത്, ചെറിയ കുട്ടികളാണെങ്കിലും. അപ്പോൾ ഇവരോട് എന്ത് നമ്മൾ പറഞ്ഞാലും ക്ലാസ്സിൽ പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ അവരുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടറിയാം അതൊന്നും അവർക്ക് ഏശിയിട്ടില്ലെന്ന്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറയും, നിങ്ങൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വീട്ടുകാരെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഒക്കെ അനുസരിക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ നന്മ ചെയ്യേണ്ടതിന് പകരം തിന്മ ചെയ്യുമ്പോൾ, ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേൽ ഒരാൾക്ക് ആധിപത്യം വരും. അത് പിശാചിനാണ്. എൻ്റെ ക്ലാസ്സിലുള്ളത് 2 ക്രിസ്ത്യൻ കുട്ടികളേ ഉള്ളൂ, ബാക്കിയെല്ലാം അക്രൈസ്തവരായ മക്കളാണ്. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ പറയും, ആധിപത്യം വരും. ഇതിനി എങ്ങനെ നിങ്ങൾക്കറിയാമെന്നറിയോ? ഇപ്പം നിങ്ങൾ പഠനകാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണത്. ഇത് പഠന മേഖലയിലൂടെ തന്നെ നിങ്ങളോട് തിരിച്ചു ചോദിക്കണ ഒരു കാലം വരും. അത് ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ റിസൾട്ടായിരിക്കും, ഒരു ഇൻ്റർവ്യൂവിന് പാസ്സാവാൻ പറ്റാതെ നിൽക്കണതാണ്. അതായിരിക്കും ഇന്ന് നിങ്ങൾ കാണിക്കണേന് നിങ്ങളോട് പകരം ചോദിക്കുന്നത്. അതാണ് ഈ പിശാചിൻ്റെ സ്വഭാവമെന്ന് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ചെറിയ കുട്ടികളാണ്, പക്ഷേ അങ്ങനെ പറയിപ്പിക്കും പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിൽ. എനിവേ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് വന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കറക്ഷൻ കൊടുക്കണ ഈ 2 കുട്ടികൾക്ക്, അവർ നന്നായി പഠിക്കണവരാ, എല്ലാത്തിനും എ ഗ്രേഡ് ഉണ്ട്. ഒരു വിഷയത്തിന് അവരുടെ എ ഗ്രേഡ് പോയി, 2 പേരുടെയും. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഏത് വിഷയം സത്യത്തിൽ എനിക്ക് വിഷമം വന്ന ആ കുട്ടികളുടെ എ ഗ്രേഡ് പോയപ്പോൾ. അപ്പോൾ ഞാൻ അവരുടെ പേപ്പർ വാങ്ങി നോക്കി, ഹിന്ദിക്കാണ് പോയിരിക്കണേ. പേപ്പർ വാങ്ങി നോക്കുമ്പോൾ അതിലെന്താണെന്നറിയോ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അങ്ങോട്ട് എടുത്തെഴുതണതാണ്. ആ എടുത്തെഴുതണത് അവർക്ക് മനസ്സിലായില്ല. ആ കംപ്ലീറ്റ് സെൻറ്റൻസ് എഴുതണം എന്നാണ് പറഞ്ഞതെന്ന് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്, ക്വസ്റ്റ്യൻ വായിച്ച് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ആ കുട്ടികൾക്ക് മനസ്സിലായില്ല. അവരുടെ മാർക്ക് അങ്ങനെ 4 മാർക്ക് കട്ടായി, എ ഗ്രേഡ് കുറഞ്ഞു, എ ഗ്രേഡ് ഇല്ല. പേപ്പർ വാങ്ങി കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായില്ലേ സിസ്റ്ററെ, പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന്. അപ്പം എന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി തിരിച്ചു പറയാൻ. ഞാൻ ക്ലാസ്സിലെ മൊത്തം കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം നോക്കി, ഇവരുടെ എ ഗ്രേഡ് പോയി സങ്കടപ്പെട്ട് നിൽക്കുക 2 പേരും. ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പറയുമായിരുന്നു, നിങ്ങളുടെ പഠന മേഖലയിൽ നിങ്ങളോടിത് തിരിച്ചു ചോദിക്കണ സമയം വരുമെന്ന് ഞാൻ പറയുമായിരുന്നില്ലേ. ഇപ്പം നോക്കി, എല്ലാ കുട്ടികൾക്കും മനസ്സിലായി ഇങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് തിരിച്ചു ചോദിക്കുന്നത്, ഇങ്ങനെയാണെന്ന്. ഇതുപോലെയുള്ള ബോധ്യം ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യമാണ്, പക്ഷേ ഇതുപോലുള്ള ബോധ്യം ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുമ്പോഴാ അവർക്ക് മനസ്സിലാവുള്ളൂ അവർ ചെയ്യുന്നതിൻ്റെ ആ പരിണിത ഫലം എന്താണെന്ന്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ തലമുറ അറിവില്ലാതെ ചെയ്ത 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ 6-ാം പ്രമാണ ലംഘനത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് കയറാൻ വേണ്ടി നമ്മളൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ ഫാമിലികൾ കഷ്ടപ്പെടുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഫലമായുള്ള സാമ്പത്തിക കടബാധ്യത, അല്ലെങ്കിൽ രോഗങ്ങളുടെ അവസ്ഥ, ഭാവി ജീവിതം തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മൾ ഇനിയുള്ള തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം കിട്ടണം. എന്നാലാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അവർ വില കൊടുക്കുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ അപ്പോൾ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ 8-ാമത്തെ തിരുവചനത്തിൽ 1 പത്രോസ് 5:8 അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്നവൻ, അവൻ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവൻ ഇതെല്ലാം
നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. തക്ക സമയത്ത് നമ്മുടെ മുൻപിൽ വന്ന് വാദിക്കും. നമ്മൾക്കറിയാലേ മോശയുടെ ശരീരത്തെ ചൊല്ലി. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞ തെറ്റുകൾ പോലും നോട്ട് ചെയ്ത് വെച്ച് ആപ്റ്റായ സമയത്ത്, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ നടപ്പിലാകേണ്ട സമയത്ത് അവൻ്റെ വാദിക്കലായിട്ട് വന്ന് തമ്പുരാൻ്റെ മുൻപിൽ, മാലാഖമാരുടെ മുൻപിൽ നിന്ന് വാദിക്കും. ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ നന്മ അവന് ഇപ്പോൾ കിട്ടാൻ പാടില്ല. ദൈവത്തിൻ്റെ അനാദി പദ്ധതി മുതലേ ഓരോ മനുഷ്യ വ്യക്തിക്കും നിശ്ചയിച്ചു വെച്ചതാ നന്മ. ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ജെറമ്യായുടെ പുസ്തകം നമ്മൾ വായിക്കണില്ലേ? എല്ലാം ക്ഷേമത്തിനുള്ളതാ. പക്ഷെ എന്തുകൊണ്ടാ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് നന്മയായി ഭവിക്കാതെ? എന്തുകൊണ്ടാ അനുഗ്രഹം കിട്ടാതെ പോണേ? ഇതുപോലെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾ, അറിവില്ലാതെ സംഭവിച്ചു പോയ വീഴ്ചകൾ പോലും ഇന്ന് നമ്മുടെ മുൻപിൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് പ്രതിസന്ധിയായി നിലനിൽക്കുന്ന കാലഘട്ടം. ഇനി നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, തമ്പുരാൻ്റെ കരുണ. ലോകത്തെ മുഴുവൻ തൻ്റെ കുരിശുമരണത്തിലൂടെ തിരുരക്തം ചിന്തി രക്ഷിച്ച ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുക മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പരിഹാരമുള്ളൂ. അത് നമ്മൾ ചെയ്യുമ്പോൾ റോമ 8:28 തിരുവചനം അന്വർത്ഥമാകും. ഇപ്പോഴത്തെ ഈ തിന്മ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട്, ഇപ്പോഴത്തെ ഈ സാമ്പത്തിക കടബാധിത മേഖല, അല്ലെങ്കിൽ ഭാവി ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയൊക്കെ ദൈവം അത് നന്മയാക്കി മാറ്റും. കരുണ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ആ കരുണയിൽ ആശ്രയിക്കേണ്ട മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിലൂടെ ഇന്ന് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കേണ്ട മനുഷ്യ മക്കൾ മുഴുവൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ തിന്മയിൽ ഇത്രയും അകപ്പെട്ടു പോകുന്ന ഈ സമയത്ത് തമ്പുരാൻ്റെ കരുണ നീട്ടി വെച്ചിട്ടുണ്ട്. ആ കരുണയിൽ ആശ്രയിക്കാനാ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. തെറ്റിപ്പോയത് തെറ്റി, അല്ലെങ്കിൽ നടന്ന വഴിയിലെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഒപ്പം ഇനി തെറ്റാതെ നടക്കാൻ പഠിപ്പിക്കണം. ഒരു ചെറിയ തെറ്റുപോലും നോക്കി വെച്ച് അതിലൂടെ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ഏതൊക്കെ അനുഗ്രഹം തടസ്സപ്പെടുത്താമെന്ന് ജാഗ്രതയോടെ നോക്കിയിരിക്കുന്ന സാത്താനെ തോൽപ്പിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതിനുള്ള ബോധ്യം നമ്മൾ കൊടുക്കണം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അച്ഛൻ ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ ഈ ബോധ്യങ്ങൾ തരുന്ന വ്യക്തി. പരിശുദ്ധാത്മാവ കേട്ട കാര്യം ആപ്റ്റായ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മക്കളെ പരിശുദ്ധാത്മാവിലേക്ക് അടുപ്പിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ മക്കളെ ഒരുക്കാനായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ പറയണേ. തമ്പുരാൻ്റെ കരുണയിൽ നമ്മളൊക്കെ ആശ്രയിക്കുമ്പോൾ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ തലമുറ രക്ഷിക്കപ്പെടും. ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാതെ ജീവിക്കാൻ ഉള്ള ഒരു പ്രേരണ നമ്മുടെ മക്കൾക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ബോധ്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അവർ ചെറുതായിട്ട് പോലും ഈശോയെ വേദനിപ്പിക്കില്ല, ഈശോയിൽ നിന്ന് അകലില്ല. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നുണ പറയുക, അല്ലെങ്കിൽ തല്ലുപിടിക്കുക, ദേഷ്യപ്പെടുക, ഇങ്ങനത്തെയൊക്കെ ഇല്ലേ? ഇതിനൊക്കെ നമുക്കിങ്ങനെ ബോധ്യങ്ങൾ കൊടുത്ത് മാറ്റാൻ പറ്റും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അവരോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത് ബോധ്യങ്ങളായിട്ട്, അനുഭവങ്ങളായിട്ട് അവരെ പഠിപ്പിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടികൾക്കൊക്കെ മനസ്സിലായി. അവരുടെ എല്ലാവരുടെ മുഖഭാവം കണ്ടാലറിയാം, ഇങ്ങനെയായിരിക്കില്ലേ ഞങ്ങൾക്ക് വരിക. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ബോധ്യം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ചെറുപ്പത്തിലേ കൊടുക്കണം. കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. ഇന്നത്തെ തലമുറ പരിഹാരം ചെയ്യണം. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളെ ഇങ്ങനെ ബോധ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിക്കണം. അത് പരിശുദ്ധാത്മാവ് ആ ബോധ്യം അവരിൽ ഉറപ്പിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ വഴി തടസ്സമായി നിൽക്കുന്ന, ഭാവി ജീവിതം തടസ്സമായി നിൽക്കുന്ന, ജോലി പ്രശ്നം തടസ്സമായി നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക മേഖല തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ കെട്ടുകളുണ്ടായിക്കോട്ടെ, ഈ കെട്ടുകളൊക്കെ അഴിയും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മാത്രം മതി. പച്ചൻ പറഞ്ഞ പോലെ ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ, അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ആ ആരാധനയുടെ മുന്നിലിരുന്നപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു, കെട്ടുകൾ അഴിഞ്ഞു. തീർച്ചയായും അത് സംഭവിക്കും. ഈ ഒരു ബോധ്യം മാത്രം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുത്താൽ മതി.
ഇതുവരെ സംഭവിച്ചതെല്ലാം തെറ്റിപ്പോയി എന്നും എൻ്റെ മേൽ ആധിപത്യം പിശാചിന് അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് ചെറിയ ചെറിയ തെറ്റുകളിലൂടെ ഞാൻ കൊടുത്തു എന്നുമുള്ള ബോധ്യം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കും. ആ കരുണയിൽ ആശ്രയിക്കുന്ന മൊമെൻറ്റിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും എന്നതിൻ്റെ തെളിവാണ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പഠിക്കാൻ തടസ്സമുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇതുവരെ തടസ്സമായിരുന്നോ, പിന്നീട് അതിൽ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ പഠന മേഖലയിലെ തടസ്സം എടുത്ത് മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബോധ്യതലങ്ങളിലുള്ള തടസ്സങ്ങളാണെങ്കിൽ അത് എടുത്ത് മാറിയിട്ടുണ്ടാവും. ഇനി സാമ്പത്തിക മേഖലയിലെ കെട്ടൊക്കെ ആണെങ്കിലും തിരിച്ചറിഞ്ഞ് തമ്പുരാൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന മൊമെൻറ്റിൽ ഇതെല്ലാം മാറും. ഈ വചനം ഈ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതേ സഹനം ഈ ലോകത്തിലുള്ള 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ. നമ്മളെല്ലാവരും, ഈ ലോകം മുഴുവനുമുള്ള മക്കൾ ഈ രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ കയ്യിലിരിപ്പിൻ്റെ പിന്നെ 1% ഒരു പരിധിവരെ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് സ്വർഗം അനുവദിച്ചു തരുന്ന സഹനങ്ങളുണ്ടാവും. അത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും. അതേസമയം നമ്മളായി ചെയ്ത സഹനങ്ങൾക്ക് പരിഹാരം ഈ ഭൂമിയിൽ തന്നെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞ് നടക്കുന്ന തനത് വിധിയാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തനത് വിധി അപ്പം തന്നെ നടക്കും. പിന്നെ വേറൊരു വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല. തനത് വിധിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾക്ക് അത് വെളിപ്പെട്ട് കിട്ടും കറക്റ്റായിട്ട്. അങ്ങനെ കിട്ടുമ്പോൾ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ തനിയെ നടന്നു പോകും. കാരണം പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അശുദ്ധി അല്ലെങ്കിൽ നമ്മുടെ അയോഗ്യാവസ്ഥ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മളായിട്ട് തിരിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് ദൈവം ഇപ്പം അബ്രാഹത്തിൻ്റെ ലാസറിനെ കുറിച്ച് പറയുന്ന വചനഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ കൂടെയുള്ളവർക്കൊന്ന് പോയി പറഞ്ഞു കൊടുക്കോ, ഇങ്ങനെയാണെന്ന് സഹോദരർക്ക് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അവർക്ക് ഭൂമിയിൽ പ്രവാചകന്മാരുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളുണ്ട്, അതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. അന്ന് പറഞ്ഞത് ഇപ്പോൾ തമ്പുരാൻ നമ്മെ നോക്കി പറയുന്നുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞു വെച്ചത്, വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞു വെച്ചത്, ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കേണ്ട കാലഘട്ടം. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കേണ്ട കാലഘട്ടം. അങ്ങനെ മനസ്സിലാവുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാനായിട്ട് കരുണയുടെ കവാടങ്ങൾ ഒരുപാട് സ്ഥലത്ത് തുറന്നു വെച്ചിട്ടുണ്ട്, ഇല്ലേ? കരുണയുടെ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെട്ടിട്ടുണ്ട്. കുമ്പസാരത്തിൻ്റെ വേദി ഏറ്റവും വലിയ കരുണ ഒഴുകുന്ന സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ കരുണ തേടാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ പറയുന്നത്. അതാ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനൊരു താക്കീതായിട്ട് തരുന്നത്, അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവനെ നിങ്ങൾ ഈ ഭൂമിയിൽ തോൽപ്പിക്കണം. അവനെ ഈ ഭൂമിയിൽ തോൽപ്പിച്ചാലാ എന്നോടുകൂടെ നിത്യമഹത്വത്തിൽ നിങ്ങൾക്കായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നന്മ, നമ്മൾക്ക് കിട്ടേണ്ട നന്മ അല്ലെങ്കിൽ നമ്മളുടെ അനുഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് തടസ്സപ്പെട്ടു പോണേ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ മൂലപാപങ്ങളുടെ മേഖല, മൂലപാപങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, അസൂയ, അഹങ്കാരം, മടി, കോപം, ഇതാണ് മെയിൻ മനുഷ്യ വ്യക്തികളിൽ കളിക്കുന്നത്. ചെറുപ്പത്തിലേ തുടങ്ങി കളിക്കും, വലുതാവുമ്പോഴാണ് അത് ശരിക്കും പ്രത്യക്ഷത്തിൽ പുറത്തു വരിക. അപ്പോൾ ഈ പാപങ്ങളുടെയൊക്കെ മേഖല ചെറുപ്പത്തിലേ നുള്ളിക്കളയണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ചെറുപ്പത്തിലേ കളയണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടണം. ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ബോധ്യം കൊടുത്താൽ മാത്രമേ ഈ പിശാചിൻ്റെ കെണിയിൽ നിന്ന് നമ്മുടെ തലമുറ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നന്മയാണ് എന്ന് വിചാരിച്ച് തിന്മയിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തലമുറ അല്ലെങ്കിൽ ലോകം. അങ്ങനെ ഒരു ലോകത്തിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ മാർഗ്ഗ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഈ വചനങ്ങളിലൂടെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ബോധ്യപ്പെടാൻ, നമ്മളിൽ ആഴപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കണം. എവിടെ വചനം കേട്ടാലും പ്രാർത്ഥനയുടെ മനോഭാവം നമുക്ക് ഉണ്ടാവണം. ആകാശത്ത് നിന്ന് വരുന്ന മഴയോ മഞ്ഞോ
പോകില്ല, അത് ഭൂമി നനച്ച് ഫലം തരാതെ പോകില്ല. പോകില്ല. ഇതുപോലെ തമ്പുരാന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം അല്ലേ, എപ്പോഴാ വചനം പറയപ്പെടുന്നുണ്ടോ, വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ, വചനം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഫലം കണ്ടതുകൊണ്ട് അതെടുത്ത് ഉപയോഗപ്പെടുത്തണേ. അപ്പോൾ എപ്പോഴും ഒരുക്കമുള്ളവരായി വചനം ശ്രവിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. വെറുതെ എനിക്ക് അവസരം കിട്ടി, കേൾക്കാൻ പറ്റി, അതുകൊണ്ട് ഞാൻ പോന്നു, അതല്ല. എപ്പോൾ ഞാൻ വചനം കേൾക്കുന്നുണ്ടോ അത് ഞാൻ ഒരുക്കമുള്ള ഹൃദയത്തോടെ കേൾക്കാൻ പരിശ്രമിക്കണം. അത് എൻ്റെ കടമയാണ്. എൻ്റെ കടമ ചെയ്താലാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും തമ്പുരാൻ്റെ വചനം അലസമായി കേൾക്കാൻ പാടില്ല. ഇനി നമുക്ക് ക്ഷീണം ഉണ്ടാവും, നമ്മുടെ മനസ്സ് ഓക്കെ ആയിരിക്കില്ല, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിരിക്കണം, അത്രേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. മനുഷ്യ മക്കളുടെ എല്ലാ ബലഹീനതയും ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാൻ 14:26, ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ വെറുതെ പറഞ്ഞു വെച്ചതല്ല, ഇതൊക്കെ അനുഭവിച്ച് ഉണർന്നിരിക്കാനാ നമ്മളോട് പറയണേ. അതാ 1 പത്രോസ് 5:7, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ഉണർന്നിരുന്നാൽ നമ്മൾ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ മുഴുവൻ, ആ മേഖല മുഴുവൻ, ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് വചനത്തിലൂടെ പറയുന്നുണ്ട്, നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ് ഞാൻ വിളിച്ചത്, നിന്നെ ഈ ഭൂമിയിലേക്ക് ഞാൻ അയച്ചത്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വചനം കേൾക്കാൻ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് നിന്നെ ഉയർത്തിയത് ഒരനുഗ്രഹമാക്കാനാ. നീ ആയിരിക്കുന്നിടത്ത് അനുഗ്രഹമാവാൻ, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാവാൻ, നീ ഇടപഴകുന്ന മക്കളിലേക്ക് അനുഗ്രഹമായി കടന്നു ചെല്ലാൻ. ഇതൊക്കെ നമ്മുടെ കടമയാണ്. ഇതിന് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ മാത്രമേ നമ്മളെ അതിന് ഉപകരണമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സമചിത്തതയോടെ ഉണർന്നിരിക്കാൻ, അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്ന സാത്താനെ ചവിട്ടി തോൽപ്പിച്ച സന്തോഷത്തിൽ തമ്പുരാൻ്റെ മുൻപിൽ ആയിരിക്കണം. അങ്ങനെയുള്ള മക്കളെ കണ്ട് സ്വർഗം സന്തോഷിക്കും. ആ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ. അതിനുവേണ്ടിയാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ട് അയച്ചത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ആയുസ് ഓരോ മൊമെൻറ്റിലും നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇല്ല. ഇന്ന് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ എത്ര പേരുടെ കാര്യങ്ങളെ നമ്മൾ കേൾക്കാമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഈ അലറുന്ന സിംഹത്തെ തോൽപ്പിച്ച്, ഈ സാത്താനെ തോൽപ്പിച്ച് അവിടുത്തെ പദ്ധതിയിലേക്ക് നടന്നെടുക്കാൻ, അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച്, ദൈവകരുണയിൽ ആശ്രയിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, അങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം നടത്താൻ കടപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. ഈ ബോധ്യത്തിലൂടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും കീഴ്വഴങ്ങി ദൈവഹിതം നിറവേറ്റിയ അമ്മയെപ്പോലെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുവദിക്കപ്പെടുന്ന കാലഘട്ടം ദൈവത്തിന് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.